ഗൈസ് നമസ്കാരം. ഇത്തവണ അനു ഫ്രൈ, അനു റോസ്റ്റ്, അനു ചില്ലി ഫ്രൈ, അനു പെപ്പർ റോസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. കഴിഞ്ഞ വീക്കെൻഡിൽ ഷാനവാസാണ് ഈ ഒരു പൊസിഷൻ എടുത്തത്. എന്നാൽ യാതൊരുവിധ മടിയും കൂടാതെ അനു ഈ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടൻ പറഞ്ഞാലും ഇറക്കി വിട്ടാലും വേണ്ടില്ല എന്നുള്ള സംഭവം. പിന്നെ ഇന്നലെ ഫുഡ് എടുത്ത് കൊടുത്തതിന്റെ സംഭവം. ഇന്നിപ്പോ ദാ വന്നിരിക്കുന്ന ഒരു നിരു ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു പരിപാടി നടപടിയാവുന്ന കാര്യമല്ല. ഈ ബിഗ് ബോസ് സീസൺ ടിൽ 7 വരെയുള്ളവരിൽ കണ്ടവർക്ക് മനസ്സിലാവും, വുമൺ കാർഡ് എടുക്കുന്ന പരിപാടി, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, നന്മമരം, ഈ വുമൺ കാർഡ് നമ്മുടെ ഇതിൽ ഈ സീസണിൽ തന്നെ ഒരു കണ്ടസ്റ്റന്റ് കുറെ കാർഡ് ഇറക്കിയപ്പോൾ വളരെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചവരാണ്. ഓക്കെ, ബിഗ് ബോസ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ യമണ്ടൻ ടാസ്ക് ആണ്. അതിനകത്ത് എന്നെ ആരും തൊടരുത്, എന്റെ ദേഹത്ത് ആരും മുട്ടരുത് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ സ്ട്രൈക്കുള്ള സമയത്ത്, അതായത് ഹർത്താലുള്ള സമയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു സമയത്തൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേറെ വണ്ടിയും വരലും ഇടിക്കത്തുമില്ല. അതേപോലെ ഈ ഒരു സംഭവം ടാസ്ക് ഉള്ളപ്പോൾ അത് ജയിക്കാനായിട്ടും അതിന്റെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും നോക്കുന്നത്. ഇല്ലെങ്കിൽ ജയിൽ നോമിനേഷൻ, പിന്നെ എവിക്ഷനിലോട്ടുള്ള നോമിനേഷൻ, പല ആചാരങ്ങളും അവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ടാസ്കിൽ, ഈ ഒരു ബസ് ടാസ്കിന്റെ സംഭവത്തിൽ ലക്ഷ്മി നിൽക്കുന്നു, അനുമോള് നിൽക്കുന്നു, ബാക്കിൽ അക്ബർ നിൽക്കുന്നു. അപ്പോ അനുമോള് അക്ബറിനെ പോയിന്റ് ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ലിറ്ററലി ഓക്വേർഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നില്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ പോയിട്ട് നിൽക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നാൽ ഈസി. ഈ ടാസ്കിന്റെ ഇടയിൽ എവിടെ പെട്ട് കഴിഞ്ഞാലും അവിടെ മുന്നിൽ ആരാ നിൽക്കുന്നതെന്നൊന്നും നോക്കാൻ പറ്റില്ല. വെദർ ആണാണോ പെണ്ണാണോ, തട്ടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ, ഒറ്റയ്ക്കുള്ള ഗെയിമാണ്. അവിടെ ഇൻഡിവിജ്വൽ ഗെയിമാണ് ടാസ്ക് സമയത്ത്. ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ വരുമ്പോൾ ഓക്കെ, അല്ലാതെ ഇൻഡിവിജ്വൽ ഗെയിം വരുമ്പോൾ ഏതൊരു വ്യക്തിയും നോക്കുന്നത് എനിക്ക് പോയിന്റ് കിട്ടണം എന്നാണ് അല്ലെ. അപ്പോ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് കഴിഞ്ഞിട്ട്, ബിഗ് ബോസിന് മുമ്പും ലൈഫുണ്ട്, ബിഗ് ബോസിന്റെ ഉള്ളിൽ ലൈഫുണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ലൈഫുണ്ട്. ഈ ഒരു സംഭവം മറന്നിട്ട് ഈ സീസണിൽ പല ആൾക്കാരും പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇവിടെ ഈ അക്ബറിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അക്ബറിന് പുറത്തൊരു ഫാമിലി ഉണ്ട്, അക്ബറിന് ഒരു ഫേം ഉണ്ട്, അക്ബറിന് ORM ഒന്നുമില്ല, അതായത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ഉണ്ടോ ഇല്ലയോ വാട്ട് എവർ, അനുവിന് അത് ഉള്ളതുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു തോട്ട് വരരുത്. ഇത് ഓഫ് കോഴ്സ് ഇപ്പം എന്താ പറയാ, ചിലവർ വന്നിട്ട് പറയും 2 വെള്ളത്തിൽ ചവിട്ടിയിട്ടാണല്ലോ തേച്ച് സംസാരിക്കണം. അത് തെറ്റ് കണ്ടാൽ തെറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരാഴ്ച എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും. കാരണം അനു ഉപയോഗിച്ച ഒരു പദപ്രയോഗം വളരെ ഓക്വേർഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്ലിപ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി പടർത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അനുവിന് ഒന്നാമത് അക്ബറിനേക്കാളും ഹൈറ്റ് കുറവാണ്. അപ്പൊ അങ്ങനെ ഗെയിം കളിക്കുന്നതിന്റെ ടാസ്കിന്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ തട്ടേ മുട്ടേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും പറ്റില്ലാത്ത ഇതിലാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് ടാസ്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അക്ബർ നിന്ന മാതിരി, ഷാനവാസ് നിന്ന മാതിരി അങ്ങോട്ടെങ്കിലൊക്കെ മാറി ഒന്നും അറിയാത്ത മാതിരി നിൽക്കുക. അപ്പോൾ ടാസ്കിൽ ജയിക്കത്തുമില്ല, നോമിനേഷൻ വരും, എവിക്ഷൻ വരും, ജയിൽ ടാസ്ക് ഒക്കെ വരും. അപ്പൊ അത് ഫേസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ പെട്ടെന്ന് പോയ വാക്കത്തി പോലെ പെട്ടെന്ന് ഈ ഒരു സാധനം എടുത്ത് മുന്നോട്ട് ഇടുമ്പോൾ അത് മറ്റു വ്യക്തിയെ എന്തോരം എഫർട്ട് ചെയ്യുന്നുള്ള കാര്യം അനുമോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു ഇതില് ഇപ്പൊ PR ഉണ്ട്, ORM ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഉള്ളിൽ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നി, അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് അനുമോൾ പറഞ്ഞു. ഒരാളുടെ നോട്ടം ഒരു പക്ഷേ ഒരു ദേഷ്യപ്പെട്ടുള്ള നോട്ടാവാം, അല്ലെങ്കിൽ മോശമായ രീതിയിൽ നോട്ടാവാം. അപ്പോൾ ആ ദേഷ്യപ്പെട്ടുള്ള നോട്ടത്തിനാണ് നോട്ടം ശരിയില്ല എന്നുള്ള രീതിയിൽ വരുന്നത്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് പോവാതിരിക്കുക, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് സംസാരിക്കാതിരിക്കുക. കാരണം അത് ആളുകളുടെ ലൈഫ് കളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ ഇത്രയും നാളത്തെ ഒരു ഇതിലൊരു ജേർണിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ടും അത് അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും ചുറ്റും ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അനുമോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ലാലേട്ടൻ വരുമ്പോൾ വെള്ളം കുടിക്കും.